ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ എന്നുള്ളത് പാലക്കാട് KVKയിലാണ്. കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ ഞാനിന്ന് വന്നിട്ടുള്ളത് ഇവിടെ കൂൺ കൃഷി പരിശീലന ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. ഫസ്റ്റ് സുമയ്യ മാമിൻ്റെ സെക്ഷനായിരുന്നു കേട്ടോ. നമ്മളറിയാത്ത ഒരുപാട് കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ പറ്റി. ലോകത്തിൽ 80,000 തരം കൂനുകളുണ്ടെന്നും അതിൽ 2,000-ഓളം നമുക്ക് ഭക്ഷ്യയോഗ്യമാണെന്നും മറ്റുള്ളതൊക്കെ വിഷക്കൂനുകളാണെന്നൊക്കെ പഠിക്കാൻ പറ്റി. പ്രത്യേകിച്ച് നമ്മൾ ഈ തൊടിയിലൊക്കെ കാണുന്ന കൂണുകൾ അത് ചിലപ്പോൾ എടുത്തിട്ട് നമ്മൾ കറി വെച്ച് കഴിക്കാറുണ്ട്. പക്ഷേ നല്ലോണം ചിന്തിക്കണം. അങ്ങനത്തെ കൂണുകളൊക്കെ കഴിക്കുമ്പോൾ നല്ലോണം ഒന്ന് പേടിക്കണം കേട്ടോ. കാരണം അതിനെ അതേ ഷേപ്പിൽ വരുന്ന വിഷക്കൂനുകൾ ഓരോന്നായിട്ട് ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നിരുന്നു. ഏറ്റവും നല്ലൊരു മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ നാച്ചുറലായിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ കൂൺ വിത്ത് വാങ്ങിച്ചിട്ട് കൃഷി ചെയ്തിട്ട് ആ ഒരു കൂണ് കഴിക്കുന്നതാണ്. അതാകുമ്പോൾ നമുക്ക് സേഫായിട്ട് കഴിക്കാമല്ലോ. പിന്നെ ഈ ഒരു കൂൺ കൃഷിനെ പല രീതിയിൽ പല വിധത്തിൽ ചെയ്യാമെന്നും അതുപോലെ എങ്ങനെയൊക്കെയാണ് ഈ ഒരു കൂൺ ഉണ്ടാക്കിയതിന് ശേഷം മാർക്കറ്റ് ചെയ്യേണ്ടതെന്നും അതുപോലെ തന്നെ കൂണ് വെച്ചിട്ട് ഒരുപാടധികം വിഭവങ്ങൾ ഉണ്ടാക്കാമെന്നും പിന്നെ ഉണ്ടാക്കിയതിന് ശേഷം അത് ഡെമോ ആയിട്ട് കാണിച്ചു തരികയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കൂൺ കൃഷിയുടെ തിയറി ക്ലാസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ പ്രാക്ടിക്കലാണ് കേട്ടോ മാം ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ കൂൺ കൃഷി ചെയ്യുന്നതിന് മുൻപ് തന്നെ കുറേ അധികം കാര്യങ്ങൾ പാലിക്കേണ്ടതൊക്കെ പറഞ്ഞു തന്നു. അതിനുശേഷം പിന്നെ ഈ ഒരു വിത്ത് കാണിച്ചു തന്നു. ചോളത്തിലോ അല്ലെങ്കിൽ നെല്ലിലോ ഒക്കെ കവർ ചെയ്തിട്ടാണ് ഈ സ്പോണ് വരുന്നത്. അങ്ങനെ ഒരു പാക്ക് ഇതിലേക്ക് വിത്ത് പൊട്ടിച്ച് വെച്ചതിന് ശേഷം അത് 2 ഭാഗിച്ചു. 2 ബെഡായിട്ട് ചെയ്യുന്നത്. ഇനി അതിനെ 4 ഭാഗിച്ചിട്ട് ഓരോ ബെഡ് സെറ്റ് ചെയ്യാണ്. ബെഡ് സെറ്റ് ചെയ്യുമ്പോൾ ഇതുപോലൊരു പ്ലാസ്റ്റിക് കവർ ഇതിൻ്റെ ബാക്ക് ഭാഗം ഇങ്ങനെ റബ്ബർ ബാൻഡ് വെച്ചിട്ട് ടൈറ്റ് ചെയ്യണം. എന്നിട്ട് അതിങ്ങനെ മറിച്ചിട്ട് കൊടുത്താൽ കറക്റ്റ് ആ ഒരു റൗണ്ട് ഷേപ്പ് കിട്ടും. ഇനി നമ്മൾ സ്റ്റെറിലൈസ് ചെയ്തെടുത്തിട്ടുള്ള വൈക്കോല്, സ്റ്റെറിലൈസിങ് എങ്ങനെയാണെന്നൊക്കെ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. സ്റ്റെറിലൈസ് ചെയ്തിട്ടുള്ള വൈക്കോല് ഇതിലേക്ക് നല്ലോണം ഇങ്ങനെ അമർത്തി ഫിക്സ് ചെയ്തിട്ട് നല്ലോണം ഇങ്ങനെ ടൈറ്റായിട്ട് ഫിക്സ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ആ റൗണ്ട് ഷേപ്പിൽ തന്നെ അതേപോലെ തന്നെ കൂണിൻ്റെ വിത്ത് ഇങ്ങനെ അരികത്തായിട്ട് വെച്ചു. പിന്നെ വീണ്ടും അതുപോലെ തന്നെ ഒരു ലെയറും കൂടെ വൈക്കോല് വെച്ചു, വീണ്ടും കൂണ് വെച്ചു. അങ്ങനെ ഒരു 4 ലെയർ ഇതുപോലെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തു. എന്നിട്ട് ലാസ്റ്റ് ലെയർ വൈക്കോല് വെച്ചതിന് ശേഷം അതിൻ്റെ മുകൾ ഭാഗത്തും ഇതുപോലെ ഇങ്ങനെ കൂണിൻ്റെ വിത്ത് ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ വെച്ചതിന് ശേഷം നല്ല ടൈറ്റായിട്ട് ഇങ്ങനെ കെട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഈ ഒരു ബെഡ് സെറ്റായി. ഇനി എയർ ഒന്ന് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു മുട്ടുസൂചി ഒരു പിന്നെടുത്തിട്ട് ഈ ഒരു കവറിൻ്റെ ചുറ്റുമായിട്ട് നല്ലോണം അങ്ങനെ എല്ലാ ഭാഗത്തുമായിട്ട് ഹോൾസും കൂടി ഇട്ട് കൊടുക്കണം. ഇത്രയും ആയി കഴിഞ്ഞാൽ ഇനി ഇതൊരു ഇരുട്ട് റൂമിൽ 15 ദിവസം അനക്കാതെ വെച്ച് കൊടുത്താൽ മാത്രം മതി. ഇനി ഇരുട്ട് റൂം വേണമെന്നില്ല, എവിടെയെങ്കിലും നല്ല ഇരുട്ടുള്ളൊരു ഭാഗത്ത് ഷെൽഫിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ബക്കറ്റിൻ്റെ ഉള്ളിലോ അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ ഒരു ഹ്യൂമിഡിറ്റി കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എവിടെയെങ്കിലും ഒന്ന് ഇരുട്ട് റൂമിലാക്കിയിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ച് കൊടുത്താൽ മതി. അതായിരുന്നു ഫസ്റ്റ് സെക്ഷന്. പിന്നെ ലഞ്ച് ബ്രേക്കിൻ്റെ സമയത്ത് തന്നെ അവർ തന്നെ അവിടുത്തെ ക്യാൻറ്റീനിൽ നല്ല അടിപൊളി ഫുഡൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല സാമ്പാറും അവിയലും തോരനും പപ്പടവും അച്ചാറും പിന്നെന്താണ് കൊണ്ടാട്ടമുളകും അങ്ങനെ എല്ലാതും വെച്ചിട്ട് നല്ല സുഭിക്ഷമായിട്ടുള്ള സദ്യയായിരുന്നു. അങ്ങനെ ഊണൊക്കെ കഴിച്ച് വന്നതിന് ശേഷം പിന്നെ രേഷ്മ മാമ നല്ല കൂണ് വെച്ചിട്ട് നല്ലൊരു അച്ചാർ ഉണ്ടാക്കി തന്നു. അപ്പോൾ ഡയറക്റ്റായിട്ട് അച്ചാർ ഉണ്ടാക്കുകയല്ല ചെയ്തത്. ആദ്യം കൂണ് നല്ല തിളച്ച വെള്ളത്തിലൊന്ന് എടുത്തിട്ട് ഊറ്റിയെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ മസാല ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഉപ്പ് മഞ്ഞൾ കാശ്മീരി ചില്ലിയും കൂടി മിക്സ് ചെയ്തിട്ട് മസാല ഉണ്ടാക്കി വെച്ചിരുന്നു. അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടെ പേസ്റ്റും കൂടി റെഡിയാക്കി വെച്ചിരുന്നു. ഈ ഒരു കൂണും കൂടെ മസാലയിലേക്ക് ഇട്ടതിന് ശേഷം നല്ലോണം അങ്ങനെ മിക്സ് ചെയ്തിട്ട് ഏകദേശം 1 മണിക്കൂർ വെയിറ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞത്. അങ്ങനെ ആ ഒരു മസാലയൊക്കെ തിരുമ്മി ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഈ ഒരു മസാല തേച്ച് വെച്ചിട്ടുള്ള കൂണ് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇവിടെ പാം ഓയിലാണ് കേട്ടോ ഫ്രൈ ചെയ്യണത്. അപ്പോൾ അടി കട്ടിയുള്ള ഒരു പാത്രത്തിലോ അല്ലെങ്കിൽ ഇതുപോലെ ഇങ്ങനെ ഉരുളിയിലായിട്ടും നമുക്ക് അച്ചാർ ഉണ്ടാക്കാൻ പറ്റും. ആദ്യം എണ്ണ നല്ലോണം ഇങ്ങനെ തിളച്ച് വന്നതിന് ശേഷം മസാല പുരട്ടി വെച്ചിട്ടിരിക്കുന്ന കൂണ് കുറേശ്ശായിട്ട് ഇതിലേക്ക് ഇങ്ങനെ ഇട്ടിട്ട് വറുത്ത് കോരിയെടുക്കണം. നല്ല ഫ്രൈ ആയിട്ട് എടുക്കണം കേട്ടോ. സത്യം പറഞ്ഞാൽ ഇതിങ്ങനെ വറുത്തെടുക്കുന്ന സമയത്ത് ഒരു ചെമ്മീനൊക്കെ ഫ്രൈ ചെയ്യണ ആ ഒരു മണമാണ്. ഇത് വെജിറ്റബിൾ ആണെങ്കിൽ പോലും നമുക്ക് വിശ്വസിക്കാനേ കഴിയില്ല കേട്ടോ. ശരിക്കും ഉണക്ക ചെമ്മീൻ്റെ ആ ഒരു സ്മെല്ലാണ് വരുന്നത്. ഇനി ഈ ഒരു അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതാ ഒരു പാനിലേക്ക് ഇത്രയും എണ്ണ ഒഴിച്ചു കൊടുത്തു. എണ്ണ നല്ലോണം ഇങ്ങനെ മൂത്ത് വരുന്ന സമയത്തിന് അതിലേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുത്തു. വറ്റൽമുളക് നല്ലോണം മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കണം. കറിവേപ്പില ഇതുപോലെ ഇങ്ങനെ ഒരു ക്രിസ്പി ആവുന്ന രീതിയിലാവുമ്പോൾ മാത്രം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം അങ്ങനെ മിക്സ് ചെയ്തിട്ട് അതിൻ്റെ ആ ഒരു പച്ചമണം വിട്ട് വന്നു തുടങ്ങുന്ന അത്രയും നേരം നമ്മളിതിങ്ങനെ ഇടക്കായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അതിനുശേഷം പച്ചമുളക് അരച്ചത് ചേർത്ത് കൊടുത്തു. ഇതിൻ്റെ എല്ലാം പച്ചമണമൊക്കെ മാറി വന്നതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ വഴന്ന് വന്നതിന് ശേഷം മാത്രം നമ്മളിതിലേക്ക് കാശ്മീരി ചില്ലിയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതിങ്ങനെ തിളക്കാൻ തുടങ്ങുന്ന സമയത്തിന് ഇതിലേക്ക് ആവശ്യത്തിന് വിനെഗർ ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ട് 1.5 ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് പാകമായി വരുന്ന സമയത്താണ് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കൂണും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നല്ലോണം അങ്ങനെ മിക്സ് ആക്കി കൊടുക്കണം. ഇപ്പോൾ ദേ നമ്മുടെ അച്ചാറൊക്കെ ഇവിടെ ഏകദേശം റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഈ മസാലകളൊക്കെ നല്ലോണം വെന്തുടഞ്ഞിട്ട് അതുപോലെ തന്നെ എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് വരാൻ തുടങ്ങും.
ഈ സമയത്താണ് നമുക്കിതിലേക്ക് ഉലുവയും അതുപോലെ തന്നെ കായും കൂടെ വറുത്ത് പൊടിച്ച ആ ഒരു മിക്സ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ ഈ ഒരു അച്ചാറിന് ഒരു പ്രത്യേക ഫ്ലേവർ ആയിരിക്കും. അപ്പോൾ ദാ ഇത്രയേ ഉള്ളൂ, നമ്മുടെ മഷ്റൂം പിക്കിൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് നമുക്ക് ഉണ്ടാക്കി കാണിച്ചത്. കൂടാതെ തന്നെ നമുക്ക് ഈ അച്ചാർ വേറെ രീതിയിലും ഉണ്ടാക്കുന്നതിനെ പറ്റിയിട്ട് അവർ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തന്നിരുന്നു. പിന്നെ ഈ ഒരു മഷ്റൂം വെച്ചിട്ട് തന്നെ നമുക്ക് ഒരുപാടധികം ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതൊക്കെ പറഞ്ഞു തന്നു. അങ്ങനെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ മണ്ണാർക്കാടല്ല ബഷീർക്കാടെ കയ്യിൽ നിന്നാണ് കേട്ടോ ഞാനൊരു വിറ്റാമിൻ മഷ്റൂം എന്നുള്ള ബ്രാൻഡിൻ്റെ ഈ ഒരു മഷ്റൂം വാങ്ങിച്ചിട്ടുള്ളത്. മഷ്റൂം ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്കത് ഫ്രഷ് ആയിട്ട് തന്നെ എങ്ങനെ മാർക്കറ്റ് ചെയ്യുക, എങ്ങനെ സെയിൽ ചെയ്യുക എന്നൊക്കെ പഠിപ്പിച്ച് തന്നു. അതിനുശേഷം ഇനിയിപ്പോൾ നമ്മൾ ഫ്രഷ് ആയിട്ട് സെയിൽ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതിലേക്കേറെ ബൈ പ്രോഡക്ട്സ് ആയിട്ട് ഒരുപാട് പ്രോഡക്ട്സ് ഉണ്ടാക്കാൻ പറ്റുന്നു. പിന്നെ മഷ്റൂം അതുപോലെ തന്നെ നമുക്ക് ഡ്രൈ ചെയ്തിട്ട് സൂക്ഷിക്കാൻ പറ്റും. നമ്മൾ സാധാരണ കടല പയറൊക്കെ ഉണക്കി സൂക്ഷിക്കൂലേ, അതുപോലെ തന്നെ. പിന്നെ തലേന്ന് വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ ഫ്രഷ് മഷ്റൂം പിറ്റേ ദിവസം കഴിക്കാൻ പറ്റും. പിന്നെ അവിടെ പഠിച്ചു പോയ ആൾക്കാർ തന്നെ മഷ്റൂം കോഫി ഉണ്ടാക്കിയിട്ടും അങ്ങനെ മഷ്റൂം കൊണ്ട് തന്നെ ഒരുപാടധികം വിഭവങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് അവിടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ശരിക്കും ഒരു പുതിയ അറിവാണ് കേട്ടോ. അതുകൊണ്ടാണ് നിങ്ങളുമായിട്ട് ഇങ്ങനെ ഷെയർ ചെയ്യണത്. മഷ്റൂം സൂപ്പ്, മഷ്റൂം ബിരിയാണി, മഷ്റൂം ചായ, മഷ്റൂം കോഫി, മഷ്റൂം സാലഡ്, മഷ്റൂം ഹെൽത്ത് മിക്സ്, മഷ്റൂം പ്രോട്ടീൻ മിക്സ്, അങ്ങനെ ഒരുപാടധികം ബൈ പ്രോഡക്ട്സ് ഇതുവഴി ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതൊക്കെ ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞു. ഇതുപോലെ പാലക്കാട് KVKയിൽ നിന്ന് ഞാൻ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാടധികം ഇൻഫോർമേറ്റീവായി തോന്നിയോണ്ടാണ് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്തത്. ഇനി അടുത്ത ക്ലാസ് KVKയിൽ വരികയാണെങ്കിൽ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും ബാക്കി വിശേഷങ്ങളായിട്ട് വരാം കേട്ടോ. ബൈ.